നമ്മൾ അതിന് അംഗീകാരം കൊടുക്കാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സിറുൽ അസ്റാർ നോക്കിയാണ് ഞാൻ വായിച്ചത്. ഇനി സുഹൃത്തുക്കളെ, മഹാന്മാർ വീണ്ടും പറയാണ്, മശായിഖന്മാരുടെ കോലത്തിൽ നടക്കുന്ന കുറേ ആളുണ്ട്. ഫസ്ലുൻ ഫീ ദിക്രി ബഅദിൽ മുതശബ്ബിഹീന ബിൽ മശായിഖ് വഅഹ്ലിൽ ഇറാദ വഹദാ ബാബുൻ മുത്തസിൻ മുതശഅബുൻ ഖല്ല അൻ തൻഹസ്റ മഫാസിദുഹു. നാശം വലുതല്ല, ഈ ശൈഖ് കോലം കെട്ടി നടക്കുന്നവർക്കുള്ള നാശം ചെറുതല്ല. മഹാനായ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു പറയാണ്, ഔ യതഅയ്യനു മാ യഖഉ മിൻഹു ലികസറതിഹി ലാകിൻ നശീറു ഇലാ ശൈഇൻ മിൻഹു ലിയുസ്തദല്ല ബിഹി അലാ മാ അദാഹു വല്ലാഹുൽ മുസ്തആൻ. അത്തരം വേഷം കെട്ടുന്ന ശൈഖന്മാർ, അവർക്കുള്ള കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങൾ നന്നായി മനസ്സിലാക്കിക്കോളൂ. ആരാ പറയുന്നത്? ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു ആണ്. അവരൊന്നും ചില്ലറക്കാരല്ല. ബുധനാഴ്ച നഖം മുറിക്കണ്ട എന്നൊരു ഹദീസ് കണ്ടപ്പോ അത് ലൈഫാണ്. അപ്പൊ ലൈഫല്ലേ എന്ന് വിചാരിച്ചിട്ട് നഖം മുറിച്ചു പോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു. മഹാനവറുകൾക്ക് ശരീരത്തിൽ അതാ വെള്ളപ്പാണ്ട് രോഗം വന്നു. നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. നബി തങ്ങളെ സ്വപ്നത്തിൽ കാണൂല എന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപത്തിൽ ശൈത്താന് വരാൻ കഴിയില്ല. അതിലിവിടെ ആർക്കും തർക്കമില്ല. നബി സല്ലല്ലാഹു നിങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വെള്ളപ്പാണ്ട് രോഗത്തെക്കുറിച്ച് അവലാതി ബോധിപ്പിച്ചു. നബി തങ്ങളോട് ഇസ്തിഗാസ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ കേട്ടിട്ടില്ലേ ബുധനാഴ്ച നഖം മുറിക്കരുത്, നിങ്ങൾ എന്തിനു മുറിച്ചു? മഹാനുകൾ ആ ഹദീസ് സഹീഹായി കിട്ടിയില്ലല്ലോ. സഹീഹായി കിട്ടിയില്ലെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ കേട്ടില്ലേ? ആ റിവായത്തിന് കുഴപ്പമുണ്ടായാലും ഇല്ലെങ്കിലും അങ്ങനെ പറഞ്ഞു എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾക്ക് അത് ഒഴിവാക്കിക്കൂടായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ, അതാണ് ശരിയായ തസവ്വുഫ്, വറായി സൂക്ഷ്മത. നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടായിരുന്നോ? അപ്പൊ പിന്നെ മാപ്പ് പറഞ്ഞു, എന്നിട്ടോ തൗബ പറഞ്ഞു. അപ്പോൾ അങ്ങ് തടകിക്കൊടുത്തു, രോഗം മാറിപ്പോയി. അതാണ് ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ് ഈ വേഷം കെട്ടി നടക്കുന്ന ശൈഖന്മാരെ സംബന്ധിച്ച്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഫമിൻ ദാലിക, അത്തരം കക്ഷികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അന്ന കസീറൻ മിനൻ നാസി യദ്ദഇ ദീന വസ്സലാഹ്. പലരും ഞാൻ വലിയ ദീനിന്റെ ആളാണ്, ഞാൻ വലിയ സാലിഹാണ് എന്ന് പറയും. വന്നഹു മിൻ അഹ്ലിൽ വസൂലി, അദ്ദേഹം അല്ലാഹുവിലേക്ക് ചേർന്ന ആളാണെന്ന് വാദിക്കുന്നു. എന്നിട്ട് അയാളെന്താ പണിയെന്താ? ചില മഹാന്മാരുടെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചരിത്രം പറയാണ് അയാള്. അയാളെ മനസ്സിലുള്ള ഉദ്ദേശം എന്താ അറിയോ? ആ മഹാന്റെ സംഭവം ഇങ്ങനെ പറഞ്ഞിട്ട് അതേപോലെ തന്നെയാണ് ഞാനും ഒന്ന് വരുത്തി തീർക്കലാണ്. അതാണ് ഉദ്ദേശം. അങ്ങനെ മൂപ്പർക്ക് വലിയ ആളാൻ വേണ്ടി വേറെ ചില മഹാന്മാരുടെ ചരിത്രം പറയാണ്. ചിലരെത്രത്തോളം ഉണ്ട് എന്നറിയോ? ചില മഹാന്മാരെ ചരിത്രം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പറയും, ഇത് ഞങ്ങൾ പോയിട്ട് ആളെ സിയാറത്ത് ചെയ്തോളി. നീ പറയുമ്പോ ഞാൻ പറഞ്ഞിട്ട് വന്നാന്നും കൂടി പറഞ്ഞോളി. ഓ, മൂപ്പരടുത്ത് വലിയ സ്ഥാനമുണ്ട് എന്ന് ഇവനെ തോന്നിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഇങ്ങനത്തെ ചില പരിപാടിക്കാർ ഇപ്പോൾ ഇല്ലേ? അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ അതും വേറെ ചിലര് എനിക്കാ വലിയ മഹത്വമുള്ള ആത്മീയത ഒക്കെ കിട്ടിയെന്ന് വാദിക്കുന്നു. അവരിൽ ചിലര് ചില ചരിത്രങ്ങളൊക്കെ രചിക്കാൻ തന്നെ കഴിവുള്ളവരാ. വൽ മറായി, കുറെ സ്വപ്നങ്ങളും സ്വപ്നം രചിക്കാൻ കഴിവുള്ള കുറെ ആൾക്കാര്. സ്വന്തം തന്നെ ഉണ്ടാക്കുകയാണ് സ്വപ്നം. മൂപ്പര ഖിദ്ർ നബീനെ സ്വപ്നം കണ്ട്, റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട്, മറ്റേ ഷാഫി ഇമാമിനെ സ്വപ്നം കണ്ട്, കാണലോട് കാണൽ തന്നെ. ചിലർക്ക് വലിയ മുസീബത്ത് പറ്റിയിരിക്കുകയാണ്. പറഞ്ഞ് ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു എന്ന് പച്ചക്കള്ളം പറയാണ്. ഫിൽ മനാമി, ഉറക്കില്. നബി തങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നു. സംസാരിച്ചു. ചിലത് നിർദ്ദേശിച്ചു, ചിലത് വിരോധിച്ചു. ഇങ്ങനെയൊക്കെ പറയാൻ വരെ മുതിരുന്നവർ ശൈഖ്വാദികൾ. ചിലർ നബി സല്ലല്ലാഹു അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങളെ കണ്ടു എന്ന് വാദിക്കുകയാണ്. അതെ, ഞാൻ പച്ചയെ തന്നെ കണ്ടു, ഉറക്കിലൊന്നല്ല, ഞാൻ ഉണർവിൽ തന്നെ കണ്ടു എന്ന് വാദിക്കുന്നവര്. ഇത് വളരെ ഇടുങ്ങിയ ഗേറ്റാണ് കേട്ടോ. അങ്ങനെ സംഭവിച്ചുകൂടെ? നിങ്ങൾ ചോദിച്ചാൽ സ്വപ്നത്തിൽ നബി തങ്ങളെ കാണാം, ചിലപ്പോൾ ചില മഹാന്മാർ ഉണർവിലും കാണാം.
അതിവിടെ നിഷേധിക്കുന്നില്ല. ഇല്ലാ മങ്കാന അലാ സിഫത്തിൻ അസീസിൻ വജൂദുഹാ ഫീ ഹാസ സമാൻ. മുമ്പ് കഴിഞ്ഞു പോയ വലിയ വലിയ മഹാന്മാരിൽ ചിലർ ഉണർവിൽ കണ്ടവരുണ്ട്, അതേ ഉറക്കിൽ കണ്ടവരുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഉണർവിൽ കണ്ട ആളുകളൊക്കെ പഴയ കാലത്ത് പലരും ഉണ്ടായി. ബൽ അദിമത്ത് ഗാലിബൻ മാ അന്നാ ലാ യുൻകിറു മൻ യഖഉ ലഹു ഹാദാ മിനൽ അകാബിരിൽ ലദീന ഹഫിളഹുമുല്ലാഹ്. അല്ലാഹു തആല വലിയ ഹിഫ്ള് കൊടുത്ത പ്രമുഖന്മാരായ ഔലിയാക്കൾ ആരെങ്കിലും കണ്ടെങ്കിൽ ആ കണ്ടതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല, അതില്ലെന്ന് വാദിക്കുന്നില്ല. പക്ഷെ ഇക്കാലത്ത് ഏത് മനുഷ്യനും അങ്ങ് വാദിക്കുകയാണ്. ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിർദ്ദേശം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, ചിലപ്പോൾ ഉണർവിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ ശൈഖ്വാദികളുടെ ചില പരിപാടികളാണ്. എന്നിട്ട് പിന്നെയും മഹാനായ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു പറയാണ്, വമിൻഹും മൻ യുശീറു ഇലാ നഫ്സിഹി ബിൽ കറാമാത്തി. ചിലരൊക്കെ സ്വന്തം കറാമത്ത് അതിങ്ങനെ സൂചിപ്പിച്ച് പറയുന്ന ചില ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് മാത്രമല്ല, എൻ്റെ വകയിൽ ഞാനൊന്ന് കൂട്ടട്ടെ, അതിന് കുറച്ച് ഏജൻസികളുമുണ്ട്. ചില അത്ഭുതങ്ങളൊക്കെ അയാൾക്ക് ഉണ്ടായി എന്നിങ്ങനെ അയാൾ എന്നെ സൂചിപ്പിക്കുക. ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ കുറേ കറാമത്ത് പറയുന്നവര്. പിന്നെയോ ഒരിക്കലും അവൻ കറാമത്തിന് യോഗ്യനല്ല, മറിച്ച് കറാമത്ത് കിട്ടാൻ കാരണമാകുന്ന നിലക്കുള്ള ജീവിതം അദ്ദേഹത്തിന് ഇല്ല. അതേപോലെ തന്നെ വേറെ ചിലര് ശൈഖന്മാരെ കണ്ടു എന്ന് പറയാണ്. അതേ മുഹീദ്ദീൻ ശൈഖ് ഇപ്പൊ പറഞ്ഞങ്ങ് പോയിട്ടേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. റിഫായി ശൈഖ് ഇന്നലെ എൻ്റെ അടുത്ത് വന്നത്. ഇങ്ങനൊക്കെ പറയുന്ന കുറെ ചങ്ങാതികളില്ലേ, വലുഖിയഹും ഓരെ കണ്ടുമുട്ടി എന്ന് പറയാണ്. വഹുവ മാദ അലിക്കലം യജിത്തമീ ബിഹിം വലാ റആഹും. ആ മഹാന്മാരെ അവർ കണ്ടിട്ട് തന്നെ ഇല്ല, അതേപോലെ തന്നെ അവരെ കൂടെ ഇരുന്നിട്ടുമില്ല. ഞാൻ CM വലിയുള്ളാന്റെ സ്വന്തം ആളാണ്, ജീവിതത്തിൽ കാണാത്ത ചക്കനാ പറയുന്നത്. ഓ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, ജീവിതത്തിൽ കണ്ടിട്ടില്ല, എന്നിട്ടോ വലിയ CM വലിയുള്ളാന്റെ സ്വന്തം ആള് അങ്ങനെ പറയുന്ന കക്ഷികളില്ലേ. ഇതൊക്കെ ഇമാമികൾ നേരത്തെ തന്നെ പറയാണ്. ചില മഹാന്മാരുമായി സഹവസിച്ചിട്ട് എനിക്ക് വലിയ ഹിദായത്ത് കിട്ടിയെന്ന് വാദിക്കുന്നവരുണ്ട്. അദ്ദേഹത്തെ കണ്ടുമുട്ടിയിട്ടില്ല, ഒരുമിച്ച് കൂടിയിട്ടില്ല, അതേപോലെ തന്നെ അവരുടെ തരീഖിലുമല്ല, അവരുടെ വഴിയിലുമല്ല. പിന്നെന്താ ഉണ്ടായത്? അത്തരം ചില ശൈഖന്മാരെ കണ്ട ചിലരെ ഇവൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് കണ്ട ചിലര് പറയുന്നത് കേട്ടിട്ട് ഇവൻ അനുഭവിച്ചതുപോലെ ആളുകളെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ചിലര് ഖിദിർ നബിനെ കണ്ടു എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നിട്ടോ അത് നേരായിട്ട് ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തോന്നുമ്പോ അതിന് വല്ലാഹി വാസാക്കുന്നവരുമുണ്ട്. സ്വീകരിച്ച് കിട്ടാൻ വേണ്ടി സത്യം ചെയ്തുകൊണ്ട് കള്ളം പറയുന്നവരുണ്ട്. എത്രത്തോളം എന്നറിയോ ഇങ്ങനത്തെ വാദം വാദിക്കുന്ന ചിലര്? അവരിങ്ങനെ പറയാണ്, ഖിദിർ നബി എല്ലാ ദിവസവും എൻ്റെ അടുത്ത് വരുത്തുണ്ട്. അതെ, എൻ്റെ അതാ വാതിൽക്കൽ വന്ന് നിൽക്കാറുണ്ട്. പിന്നെ ദുഃഖാനിയും അല്ലേ എൻ്റെ കട എൻ്റെ അടുത്ത് വരാറുണ്ട്, അല്ലേ എൻ്റെ സാബി എൻ്റെ അടുത്ത് വരാറുണ്ട്. എന്നിട്ട് ഖിദിർ നബി സംസാരിക്കാറുണ്ട്. ഞാനിങ്ങനെ ബുക്കിങ് കൊള്ളെല്ലാം ചെയ്യുമ്പോൾ ഖിദിർ നബി ഇങ്ങനെ വരാറുണ്ട്. അതിനൊരു അടിസ്ഥാനമില്ല, അസുറുമില്ല, ഫറുമില്ല, പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ മുതഅല്ലിമീങ്ങളെ തെറ്റിദ്ധരിക്കരുതേ. ഖിദിർ നബിനെ കാണാൻ പറ്റുന്നവർക്ക് കാണാൻ പറ്റും, അത് നിഷേധിക്കരുത്. ഖിദിർ നബി അലൈഹി സ്വലാം വരാൻ പറ്റുന്ന സ്ഥലത്ത് അത് കാണാൻ പറ്റുന്ന മഹാന്മാരാണ് കണ്ടതെങ്കിൽ അതിനെ അംഗീകരിക്കുകയും വേണം. പക്ഷെ ഈ വാദക്കാരുണ്ടല്ലോ, ശൈഖ് വാദികൾ, അവർ പറയുന്നത് വിശ്വസിച്ച് നിങ്ങൾ അവരെ പിന്നാലെ പോകല്ലേ.
40 നാളവർ മുന്നിൽ ഖിളിർ വന്ന് നാവാലൊരു വശം ചൊല്ലിയില്ല എന്നോവർ. അപ്പോൾ ഖിളിർ ചൊല്ലി ഇവരെ പോലാരെയും ഔലിയാക്കളിൽ ഞാൻ കണ്ടില്ല എന്നോവർ. അത് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങളാണ്. അങ്ങനെ പോലത്തെ ആളുകൾക്ക് കാണാൻ കഴിയും. പക്ഷേ ശൈഖ് വാദം ഉന്നയിച്ച് നടക്കുന്ന ആളുകള് അവരത് പറയുമ്പോ അങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ വീഴാനൊന്നും പോകരുത്. ومنهم من أراد أن يلقي شيئا مما يخطر له قدم قبله الاستشهاد بكتاب الله. ഈ വാദികൾ എത്രത്തോളം ഉണ്ടെന്നറിയോ? ചിലര് ആ വാദം ഉന്നയിക്കുന്നതിന് മുമ്പ് ഖുർആൻ ഒരായത്തോതും. യൗമൽ ഖിയാമത്തി തറല്ലദീന കദബൂ അലല്ലാഹി വജൂഹും മുസ്വദ്ദ. കള്ളത്തരം പറഞ്ഞാൽ പഠിച്ചവൻ്റെ അടുത്ത് കുടുങ്ങും എന്നുള്ള ആയത്ത് കോതിയിട്ട് ചിലപ്പോൾ കള്ളത്തരം പറയാം. ആദ്യം ആയത്ത് കോതിയിട്ട് കള്ളത്തരം പറഞ്ഞാൽ അള്ളാഹിൻ്റെ അടുത്ത് മുങ്കർത്തു പോവും എന്നുള്ള ആയത്ത് ഓതിയിട്ടാണ് ഈ കള്ളം പറയാൻ. പിന്നെ അവൻ സത്യം ചെയ്തങ്ങ് പറയും അതേ നബിനെ കണ്ടു, മറ്റേ ശൈഖിനെ കണ്ടു, അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടു എന്നൊക്കെ പറയും. എന്നിട്ട് അവരെല്ലാം മൂപ്പരോട് സംസാരിച്ചു. ഇനി അടുത്തതാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. വൽ ഗാലിബു, പലപ്പോഴും അന്നക തജിദു കസീറൻ മിനൽ അവാമി, സാധാരണക്കാരായ ആളുകൾ ഇത് കേൾക്കുമ്പോൾ, സാധാരണക്കാരി തന്നെ ഏകദേശം മുത്തലിമീങ്ങളൊക്കെ സാധാരണക്കാരി തന്നെ കേട്ടോ എന്നല്ല, ചിലപ്പോൾ വലിയ മൂലാമാരും ചിലപ്പോൾ സാധാരണക്കാരായി പോലുണ്ട്. അപ്പോൾ പലപ്പോഴും സാധാരണക്കാർ ഈ കുളൂസൊക്കെ കേൾക്കുമ്പോൾ ഖലബത്തിൽ ജഹലിന്റെ കടുപ്പം കൊണ്ട് അലൈഹിം ബി അഹ്ലിൽ ഹഖ്, ആരാണ് ഹഖിന്റെ ആളുകൾ ഇത് മനസ്സിലാക്കാനുള്ള വിവരം ഇല്ലാതിരിക്കുമ്പോൾ വൽ ഖൈരി വസ്സലാഹി വൽ ഇത്തിബാഇ, ഖൈറിന്റെ ആൾ ആരാണ്, സലാഹുള്ള ആൾ ആരാണ്, റസൂലുള്ളാഹിനെ പിന്തുടർന്ന് ജീവിക്കുന്ന മഹാന്മാർ ആരാണ് എന്ന് മനസ്സിലാകാതിരിക്കുമ്പോൾ ഇദാ മവ്വഹ അലൈഹിം അഹദുൻ മിൻ അഹ്ലി തംബീഹി, ഈ തോന്നിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകൾ വശീകരിക്കുന്ന കക്ഷികൾ സംസാരിക്കുമ്പോൾ ഇൻഖാദൂലഹു, ആ സാധാരണക്കാര് അവര് ഇയാള് ശൈഖാന്ന് വിചാരിച്ച് അയാൾ പറയും പോലെ അങ്ങ് നിന്ന് കൊടുക്കും. അയാൾ പറയും പോലെ നിന്ന് കുറേ ദിവസം കഴിയുമ്പോൾ മനസ്സിലാകുന്നത് എന്ത്, സ്വന്തം വീടടക്കം പണയത്തിലായി പോയി, ജപ്പുതിയാണ്. കാരണം ശൈഖ് പറയും പോലെ കൊണ്ട കൊടുത്തതാ, പിന്നെ അവസാനം ജപ്പുതിയാണ്. അതേപോലെ തന്നെ പിന്നെ മനസ്സിലാകുന്നത് ഇതൊക്കെ പറ്റിയതാണ്. അതേ മിന്നഹലി തംബീഹിൻ ഖാദൂ ലഹു വഖാലൂ ബിഹി വത്തബഊഹു, അങ്ങനെ പിന്നെ അവരും പറയാൻ തുടങ്ങും. നമ്മളെ ശൈഖ് എന്ന് പറഞ്ഞാൽ ദിവസം ഖിദ്ർ നബിനെ കാണുന്ന ആളാണ്, അതേ റസൂലുള്ളാഹിനെ ഡെയിലി സ്വപ്നം കാണുന്ന ആളാണ് എന്നൊക്കെ അവരും പറയാൻ തുടങ്ങും. വത്തബഊഹു, ഇതൊക്കെ കേട്ടിട്ട് അവരെ പിന്തുടരും. വനസലുഹുൽ മൻസിലത്തല്ലതി യദ്ഈഹാ, അദ്ദേഹം വാദിക്കുന്ന ആ വാദപ്രകാരം അദ്ദേഹം ഉന്നത സ്ഥാനത്താണ് എന്ന് ഈ സാധാരണക്കാരെ തെറ്റിദ്ധരിക്കും. അസ്അലുല്ലാഹ സലാമത മിൻ ദാലിക ബിമന്നിഹി വകറമിഹി വബിൽ ജുംലതി ഫഅഹ്വാലുഹും റദിയതു ലാ തൻഹസിറു വഫീമാ വഖഅ തംബീഹു ബിഹി കിഫായത്തുൻ അൻ ഹദാ ഹാലുൽ മുസ്തതിരീന മിൻഹും. മഹാനായ ഇബ്നുൽ ഹാജിർ റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ ഇങ്ങനെ കുറേ വാദികൾ ഉണ്ട്, ഇങ്ങനെ ശൈഖ് വാദിച്ച് നടക്കുന്നവര്. ഇത് തന്നെ ഇമാം ശഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ അൽ കൗകബ് സാഹിഖ് ഫിൽ ഫർഖ് ബൈനൽ മുരീദി സാദിഖ് വഗൈരി സാദിഖ് എന്ന ഗ്രന്ഥത്തിന്റെ 29ാമത്തെ പേജിലും ബഹുമാനപ്പെട്ടവർ വളരെ വിശദമായി ഇത്തരം വിഷയങ്ങൾ പറയുന്നുണ്ട്. ഇനി ഞാൻ നീട്ടി പറയുന്നില്ല. അതേപോലെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ആലിമീങ്ങൾ ശരീഅത്തിനെതിരായി കണ്ടാൽ വിമർശിക്കണം. ചിലപ്പോൾ അത് ചെയ്യുന്ന ആള് അള്ളാഹുവിൻ്റെ അടുക്കൽ മഹാനാണെങ്കിൽ പോലും ആലിമീങ്ങൾ ശരീഅത്തിനെതിരെ കണ്ടാൽ വിമർശിക്കണം. അതാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്. നവവി ഇമാം ഖുത്ബാണെന്നതിൽ സംശയമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഖുത്ബൽ ഇമാമുൻ നവവി, ഇമാം നവവി ഖുത്ബായി പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ഇവിടെ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയതെന്ന് ഉറക്കിൽ സ്വപ്നത്തിൽ കണ്ട മഹാൻ. അതേ ആ ഇമാം നവവി ആരാണെന്ന് അന്വേഷിച്ച് പിടിച്ച് പിറ്റേ ദിവസം കാണാൻ പോയപ്പോൾ ഇമാം നവവി ദർസ് നടത്തുകയാണ്. നവവി ഇമാം ദൂരേന്ന് കണ്ടു അയാൾ വരുന്നത്. ഉടനെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ആദ്യം തന്നെ പറയാണ്, അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം ഉക്തും മാ മഅക,
നിങ്ങൾ കണ്ട സ്വപ്നം ലോകത്താരോടും പറയരുതേ. ശരിയായ കുത്തുബായ ഇമാം നവവി അതേ മഹാനവറുകളെ കുത്തുബാക്കിയ വിവരം ജനങ്ങളോട് പറയരുതെന്നാണ് പറയുന്നത്.